ഇപ്പോൾ മുൻ ദേവസ്വം ബോർഡ് അംഗം ശ്രീ അജയ് തറയിൽ മാധ്യമങ്ങളെ കാണും. ക്ഷേത്രത്തിന്റെ മുന്നിൽ കൊടിമരത്തിന്റെ മുകളിൽ ഉള്ള ഒരു വാജിവാഹനം എന്ന് പറഞ്ഞാൽ അയ്യപ്പന്റെ വാഹനം എല്ലാവരുടെയും ധാരണ പുലിയാണെന്നാണ്. അയ്യപ്പന്റെ വാഹനം കുതിരയാണ്. ആ കുതിര എന്ന വാഹനം ആചാരവിധി പ്രകാരം തന്ത്ര സമുച്ചയത്തിൽ പതിരിക്കുന്നത് ലോകമാണെങ്കിൽ ആചാര്യനും മരമാണെങ്കിൽ ദഹിപ്പിച്ചു കളയണമെന്നും കല്ലാണെങ്കിൽ ജലാശയത്തിൽ ഒഴുക്കണമെന്നുമുള്ള തന്ത്ര സമുച്ചയത്തിന്റെ ആചാരപ്രകാരം കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും വർഷങ്ങളായി നടന്നു വരുന്ന ഒരു കസ്റ്റം. ആ കസ്റ്റത്തിന്റെ ഭാഗമായി അത് തന്ത്രിയെ ഞങ്ങൾ ഏൽപ്പിച്ചു. ആ തന്ത്രിയെ ഏൽപ്പിച്ച സ്ക്രീൻഷോട്ട് അന്നത്തെ എല്ലാ ടിവിയിലും വന്നതാണ്, പത്രങ്ങളിൽ വന്നതാണ്. അത് കഴിഞ്ഞ് 2-3 മാസങ്ങൾക്ക് മുമ്പ് തന്ത്രി പറഞ്ഞു, എന്റെ കയ്യിൽ സുരക്ഷിതമായി ഇരിക്കുന്നു, ഞാൻ ദേവസ്വം ബോർഡിന് തരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തു. ഇത്രയും സുതാര്യമായ ഒരു കാര്യം പുതുതായി എന്തോ കണ്ടുപിടിച്ചു എന്ന മട്ടിൽ ഈ വാജിവാഹനത്തെക്കുറിച്ചുള്ള ചർച്ച നടത്തുന്നത് വേദനാജനകമാണ് എന്നാണ് എനിക്ക് ആദ്യം പറയുവാനുള്ളത്. അവിടെ സ്വർണ്ണക്കൊടിമരം സ്വർണം പൂശിയതിന്റെ കാര്യത്തിലോ മറ്റു കാര്യത്തിലോ എന്തെങ്കിലും ആരോപണമുണ്ടെങ്കിൽ അത് പറയട്ടെ. ഈ വാജിവാഹനം എന്ന് പറയുന്ന പിച്ചളയിൽ തീർത്ത ഒരു സംഭവത്തെക്കുറിച്ച് ഇത്രയും വെറുതെ കോലാഹലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ജനശ്രദ്ധ തിരിച്ചുവിട്ട് ഇതിപ്പോൾ വാർത്തകൾ വരുത്തുന്ന UDF നേതാക്കന്മാരും ഇതിൽ പ്രതികളാണ് എന്ന തരത്തിൽ സ്വർണ്ണക്കൊള്ള നടത്തിയത് ആരാണ്? മാസറ്റുകാരാണ്. ഞങ്ങൾ ആരും സ്വർണ്ണക്കൊള്ള നടത്തിയിട്ടില്ല. അത്തരത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് 2012 അവ്യക്തമായ ഒരു ഓർഡറാണ്. ആ അവ്യക്തമായ ഓർഡറിന്റെ പശ്ചാത്തലത്തിൽ അത്രയും കാലം ഉണ്ടായിരുന്ന കീഴ്വഴക്കങ്ങൾ ലംഘിക്കണം എന്ന് പറയുന്നതിനകത്ത് എന്തൊരർത്ഥമാണ്? ഒന്നാമത്തെ കാര്യം, ഈ ഓർഡർ ഉണ്ട് എന്ന കാര്യം എന്നോട് അന്നത്തെ കമ്മീഷണർ പറഞ്ഞിട്ടില്ല, സെക്രട്ടറി പറഞ്ഞിട്ടില്ല, എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞിട്ടില്ല, AO പറഞ്ഞിട്ടില്ല, ചീഫ് എഞ്ചിനീയർ പറഞ്ഞിട്ടില്ല, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞിട്ടില്ല. ഒരാളും ലൈസൻസ് ഓഫീസർമാര് വക്കീലുമാര് ആരും ഈ വിഷയത്തെക്കുറിച്ച് അവിടെ പ്രതിപാദിച്ചിട്ടില്ല. ഞങ്ങൾ പഴയ കീഴ്വഴക്കമനുസരിച്ച് ദേവസ്വം ബോർഡിന്റെ ഓർഡറിൽ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഇത്രയും കാലം അനുവർത്തിച്ചു പോരുന്ന ആ തന്ത്ര സമുച്ചയത്തിലെ കീഴ്വഴക്കമനുസരിച്ച് ആ വാജിവാഹനം തന്ത്രിക്ക് കൊടുത്തു. അത് തന്ത്രിയുടെ കയ്യിൽ ഉണ്ട് എന്ന് പറയുന്നു, തിരിച്ചു കൊടുക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. ഇത് ഇത്ര ഈ സ്വർണം വിറ്റ് കാശ് വാങ്ങി കോടാനുകോടി രൂപയുടെ 2 ദ്വാരപാലക ശില്പങ്ങളെയും കള്ളപ്പടികളെയും അതുപോലെ വാതിലുകളെയും വിറ്റ് കാശ് വാങ്ങിയ ആളുകളുടെ ആ ഗ്രാവിറ്റി കളയാൻ വേണ്ടി ഞങ്ങളൊക്കെ ഈശ്വരവിശ്വാസികളാണ്. എല്ലാ വർഷവും എല്ലാ മാസവും ശബരിമലയിൽ പോകുന്ന ഞങ്ങളെപ്പോലുള്ള ആളുകളെ നിരീശ്വരവാദികളുടെ കൂടെ കൂട്ടിക്കെട്ടുക ഒരു ശരിയായ കീഴ്വഴക്കമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് അതിനൊക്കെ മഗസ്തർ എഴുതിയിട്ടുണ്ട്, അവിടെ മഗസ്തറിലുണ്ട് എല്ലാം. വാഞ്ചിഭാഗത്തിന്റെ മൂല്യം എനിക്കറിയില്ല എങ്ങനെ കണക്കാക്കണമെന്ന്. എനിക്കറിയില്ല വാഞ്ചിഭാഗത്തിന്റെ മൂല്യം അങ്ങനെ കണക്കാക്കാവുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. അജയ് തറയിലാണ് സംസാരിച്ചത്. ദേവസ്വം ബോർഡിന്റെ മുൻ അംഗമാണ്. വാജിവാഹനവുമായി ബന്ധപ്പെട്ട് UDF ദേവസ്വം ബോർഡ് അന്നുണ്ടായത് UDF നിയമിച്ച ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ തെറ്റാണെന്ന് അദ്ദേഹം പറയുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.